ഇന്ന് ഞങ്ങൾ പോകുന്നത് വിജി ചേച്ചിയുടെ വീട്ടിലേക്കാണ്. ചേച്ചിയുടെ വീടിൻ്റെ അടുത്തുള്ള അമ്പലത്തിൽ ഉത്സവമായതുകൊണ്ട് ഞങ്ങളെ വീട്ടിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. പോകുന്ന വഴിക്ക് ഞങ്ങൾ എവറസ്റ്റ് ബേക്കറി കയറി കുറച്ച് സാധനങ്ങളും വാങ്ങി നേരെ ചേച്ചിയുടെ വീട്ടിലേക്ക് പോവുകയാണ്. ഇതാണ് ചേച്ചിയുടെ വീട്ടിലേക്കുള്ള വഴി. അപ്പം നമുക്ക് ചേച്ചിയുടെ വീട്ടിലേക്ക് പോവാം. അല്ലു ആദ്യം തന്നെ ഓടിപ്പോയി കേട്ടോ. അവന് കളിക്കാൻ ഫ്രണ്ട്സ് ആരും ഇല്ലാത്തതുകൊണ്ട് ഇവിടെ ചേച്ചിയുടെ 2 മക്കളുണ്ട്. ഇവിടുത്തെ മോനാണ് അവൻ്റെ ഏറ്റവും വലിയ ഫ്രണ്ട്. വന്നപാടെ മക്കൾ 2 പേരും ഇറങ്ങി വന്നു, കൈയൊക്കെ കാണിച്ചു. ഞങ്ങൾ നേരെ അകത്തേക്ക് കയറി. ചേച്ചിയാണെങ്കിൽ അവൻ്റെ ഐസ്ക്രീമും കൊണ്ടുവന്ന് വന്നു. ചൂടൊക്കെ അല്ലേ, ഐസ്ക്രീം കുടിച്ച കോലമാണ് അല്ലുവിൻ്റെ മുഖത്ത് കാണുന്നത്. പിന്നെ അവന് കളിക്കാൻ ആരെയും കിട്ടായിരുന്ന വിഷമം തീർക്കാനായിട്ട് തേണ്ടി അവൻ മോനുമായിട്ട് പുറത്തോട്ടിറങ്ങി. ചേച്ചിയുടെ മോനാണ് കേട്ടോ ഇത്. അവൻ തൻ്റെ വീട്ടുമുറ്റത്തുള്ള മീൻ വളർത്തുന്ന സംഭവങ്ങളൊക്കെ കാണാനായിട്ട് പുറത്തോട്ടിറങ്ങി. അവിടെ കുറേ കുഞ്ഞു മീനുകളൊക്കെ ഉണ്ടായിരുന്നു. ചേച്ചിയുടെ മോനാണെങ്കിൽ അല്ലുവിന് ആ വീട് മുഴുവൻ ചുറ്റി കാണിച്ചു കേട്ടോ. ഇവിടെ ഒരുപാട് ചെടികളും കാര്യങ്ങളൊക്കെ പുറവശത്ത് ചേച്ചി നട്ടു വെച്ചിട്ടുണ്ട്. ഈ ടാങ്കിൽ വലിയൊരു മീൻ കിടപ്പുണ്ടായിരുന്നു കേട്ടോ. കൂട്ടത്തിൽ ഈ മീനാണ് ഏറ്റവും വലുത്. മീനിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ചേച്ചിയുടെ മോളൂടെ പുറത്തേക്ക് വന്നു കേട്ടോ. ഇത് ചേച്ചിയുടെ ഒരു റിലേറ്റീവാണ്. എല്ലാം കഴിഞ്ഞ് അല്ലു നേരെ അകത്തേക്ക് ഓടി. നമുക്കെല്ലാവർക്കും അകത്തേക്ക് പോകാൻ. ചേച്ചി അകത്ത് നല്ല തകർത്ത് പാചകമായിരുന്നു കേട്ടോ. ഞങ്ങൾ വരുന്നതുകൊണ്ട് തന്നെ ഒരുപാട് വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി. ഇതേണ്ടേ കണ്ടില്ല, എപ്പോഴും ജോലി തീർന്നിട്ടില്ല. പുള്ളിക്കാരി തകർത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചിക്കൻ കറിയും അവിയലും ചിക്കൻ ഫ്രൈയും അങ്ങനെ ഒരുപാട് ഐറ്റംസ് തയ്യാറാക്കുന്ന തിരക്കിലായിരുന്നു കേട്ടോ. ഞങ്ങൾ വന്നപ്പോഴും പാവത്തിൻ്റെ ജോലിയൊന്നും കഴിഞ്ഞിട്ടില്ല. ഇതൊക്കെ ബോട്ടിൽ ആർട്ടുകളാണ് കേട്ടോ. ചേച്ചിയുടെ ഹസ്ബൻഡ് ചെയ്യുന്നത് തന്നെയാണ്. പിന്നെ ഇവിടെ തൻ്റെ മക്കളുടെ കുറേ ട്രോഫികളും കാര്യങ്ങളും ഒക്കെ ഇവിടെ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട്. ബോട്ടിൽ ആർട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ കുറച്ച് നേരം ഇരുന്നു. ചേച്ചിയുടെ അമ്മയൊക്കെ ആയിട്ട് വർത്താനമൊക്കെ പറഞ്ഞു. ചേച്ചിയുടെ അമ്മ ഒരു പാവമാണ് കേട്ടോ. ഭയങ്കര സ്നേഹമാണ്. ചേച്ചി അതുപോലെ തന്നെയാണ് കേട്ടോ. ഭയങ്കര സ്നേഹമായിരുന്നു. ഞങ്ങൾ കുറേ നേരം വർത്താനം പറഞ്ഞു. എൻ്റെ മോളും ഒക്കെ ആയിട്ട് ഞങ്ങൾ വിശേഷങ്ങളൊക്കെ സംസാരിച്ചു. ഇച്ചിരി ഗ്യാപ്പ് കിട്ടിയപ്പോൾ ചേച്ചി അടുക്കളയിൽ നിന്ന് ഓടി വന്നു കേട്ടോ. പിന്നെ താണ്ടെ അവന് കളിക്കാൻ ഒരു ഫുട്ബോൾ കിട്ടി. ആ ഫുട്ബോൾ കിട്ടിയ സന്തോഷത്തിൽ താണ്ടെ 2 പേരും കൂടെ വെളിയിൽ പോയി ഫുട്ബോൾ കളിക്കാൻ തുടങ്ങി. അവന് കളിക്കാൻ ഒരാളെ കിട്ടിയതിൻ്റെ സന്തോഷം കണ്ടില്ലേ. 2 പേരും കൂടെ തകർത്ത് ഫുട്ബോൾ കളിക്കുകയായിരുന്നു വെളിയിൽ. ഇനി താണ്ടെ നമുക്ക് സദ്യ ഉണ്ണാനുള്ള നേരമായി. ചേച്ചി വിഭവങ്ങളെല്ലാം താണ്ടെ ടേബിളിന് മുന്നിൽ നിരത്തി ഇങ്ങനെ വെച്ചിരിക്കുകയാണ്, വാഴയിലേക്ക് വെച്ച്. നല്ല അസലൊരു സദ്യ തന്നെ ഒരുക്കുക കേട്ടോ. പാവം കുറഞ്ഞ സമയം കൊണ്ട് പാവം ഇത്രയൊക്കെ എങ്ങനെ ഉണ്ടാക്കിയെന്ന് എനിക്ക് ഒരു പിടുത്തവും ഇല്ല. ആദ്യം ചേട്ടനും മക്കളെയൊക്കെ കഴിക്കാനായിട്ടിരുത്തി കേട്ടോ. അത് ചേച്ചിയുടെ ഒരു കസിനും ഉണ്ടായിരുന്നു അവിടെ. അവനും ഉത്സവം കൂടാൻ വന്നു. പിന്നെ ഞങ്ങൾ താണ്ടെ അമ്മയും ചേച്ചിയും ഞാനും എല്ലാം കൂടെ സമാധാനപരമായിട്ട്, മോളും ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ഇത്രയും പേരൂടെ സമാധാനപരമായിട്ട് ഫുഡ് കഴിക്കാനായിട്ട് ലാസ്റ്റായിരുന്നത്. അതുകൊണ്ട് കുറേ നേരം കാര്യങ്ങളൊക്കെ പറഞ്ഞ് നല്ല ഭംഗിയായിട്ട് എല്ലാം ആസ്വദിച്ച് കഴിക്കാൻ പറ്റി. ഈ സമയം തേണ്ടെ ഓരോരുത്തരും ഉടുപ്പൊക്കെ ഊരിയെറിഞ്ഞ് എന്തും വരട്ടെ എന്നുള്ള രീതിയിൽ എൻ്റെ വെയിലത്ത് നിന്ന് ഫുട്ബോൾ കളിക്കുകയാണ്. അങ്ങനെ അവസാനം ഞങ്ങളെല്ലാവരും കൂടെ ഒരു ഫോട്ടോയൊക്കെ എടുത്തു. ഇനി അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അങ്ങനെ ചേച്ചിയോടും അമ്മയോടും മക്കളോടും ഒക്കെ യാത്രയൊക്കെ പറഞ്ഞ്
ഞങ്ങൾ താണ്ടെ അവിടെ നിന്ന് ഇറങ്ങി. ചേച്ചിയും മക്കളും ഒക്കെ ഞങ്ങളെ കൊണ്ടാക്കാൻ വന്നു കേട്ടോ വഴി വരെ. അമ്മ അവിടെ നിന്ന് കൈ കാണിക്കുന്നുണ്ടായിരുന്നു. ഒരുപാട് സ്നേഹവും അതിനോടൊപ്പം വയറ് നിറച്ച് സദ്യയൊക്കെ തന്നതാണ്ട് ഞങ്ങൾ ടാറ്റയൊക്കെ കൊടുത്ത് വീണ്ടും വരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.